ലൈൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 10.1-ലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ദി പോയിൻറ്റ്സ് എക്സ് -1, 2, 1 ആൻഡ് 4, 5 ആർ കൊളീനിയർ. ഈ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആകാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇഫ് എ ബി സി ആർ കൊളീനിയർ, എ ബി സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്നുള്ള 3 പോയിൻറ്റ്സിനെ എ ബി സി എന്നുള്ള 3 പോയിൻറ്റ്സ് ആയിട്ട് ഈ തന്നിട്ടുള്ള 3 പോയിൻറ്റ്സിനെ കണക്കാക്കാം. ദെർഫോർ വി റൈറ്റ് എ ലെറ്റ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി ബി ദി 3 points. Be the 3 points, given points. Therefore, find out slope of AB. ABയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. എയും ബിയും അറിയാമെങ്കിൽ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം യൂസിങ് ദി ഫോർമുല m equal to y2 minus y1 by x2 minus x1. Therefore, we can write 1 minus y2 minus minus 1. 1 minus minus 1 by 2 minus x. That is equal to 1 plus 1 is 2 by 2 minus x. Then slope of BC. Slope of BC is 5 minus 1 by 4 minus 2. That is equal to 4 by 2. 4 by 2 is equal to 2. Then if ABC are collinear, slope of AB equal to slope of BC. Therefore, we can write slope of AB equal to slope of BC. Therefore, 2 by slope of AB is 2 by 2 minus x is equal to 2. 2 by 2 minus x equal to 2. Therefore, 2 equal to 2 into 2 minus x. That is equal to 4 minus 2x. Therefore, 2x is equal to 4 minus 2 equal to 2. Therefore, x is equal to 2 by 2 equal to 1. Therefore, x is equal to 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ കൊളീനിയർ ആണെന്ന കണ്ടീഷൻ എടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് ഡബിൾ ഓഫ് അനദർ ലൈൻ. If angle tangent of the angle between them is 1/3, find the slopes of the lines. അപ്പോൾ ഇവിടെ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പിന് സാധാരണ നമ്മൾ എടുക്കുന്നത് m1 m2 എന്നാണ്. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് m1 ആണെങ്കിൽ അതിനെ നമുക്ക് m എന്ന് വിളിക്കാം. രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് അതിൻ്റെ ഡബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് 2m എന്ന് വിളിക്കാം. ഇനി ആംഗിൾ ബിറ്റ്വീൻ ദം അത് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? tan θ is equal to modulus of m2 minus m1 by 1 plus m2 അല്ലെങ്കിൽ m1 m2 അത് വാല്യൂ തന്നിട്ടുണ്ട് 1/3 ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മോഡുലസ് ഓഫ് 2m മൈനസ് m ബൈ 1 പ്ലസ് 2m ഇൻറ്റു m ഈക്വൽ ടു 1/3 എന്ന് എടുക്കാം. ദെർഫോർ 2m മൈനസ് m ഈസ് m ബൈ 1 പ്ലസ് 2m ഇൻറ്റു m ഈസ് 2m സ്ക്വയർ. ഇതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് 1/3 കിട്ടുന്നത്. ഒരു മോഡുലസ് 1/3 എന്ന് പറഞ്ഞാൽ അത് പ്ലസ് 1/3 ആവാം, ആ വാല്യൂ കറക്റ്റായിട്ട് പ്ലസ് 1/3 ആവാം, അല്ലെങ്കിൽ മൈനസ് 1/3 ആയാലും മോഡുലസ് നമുക്ക് 1/3 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. m ബൈ 1 പ്ലസ് 2m സ്ക്വയർ പ്ലസ് 1/3 ആവാം, അല്ലെങ്കിൽ m ബൈ 1 പ്ലസ് 2m സ്ക്വയർ മൈനസ് 1/3 ആവാം. ഇപ്പോൾ രണ്ട് തരം ഇക്വേഷൻ കിട്ടും നമുക്ക്. ആദ്യത്തെ ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3m ഈക്വൽ ടു 1 പ്ലസ് 2m സ്ക്വയർ. ദെർഫോർ 2m സ്ക്വയർ മൈനസ് 3m പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ 3m ഈക്വൽ ടു മൈനസ് 1 മൈനസ് 2m സ്ക്വയർ എന്ന് കിട്ടും. ദെർഫോർ 2m സ്ക്വയർ പ്ലസ് 3m പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ രണ്ട്
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷനായ 2m² - 3m + 1 = 0 എന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ 2m² പ്ലസ് -3m പ്ലസ് 1 = 0 എന്ന് സോൾവ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. -b ± √b² - 4ac 4 × 2 × 1 that is 8 divided by 2a 2 × 2 4 ആണ്. that is equal to 3 ± 1 divided by 4. അപ്പം നമുക്ക് എമ്മിന് കിട്ടുന്ന വാല്യൂസ് 3 + 1 4 4/4 1 or 3 - 1 2 2/4 is 1/2. അപ്പോൾ രണ്ട് വാല്യൂ കിട്ടി എമ്മിന് 1 or 1/2. അപ്പോൾ എം 1 ആണെങ്കിൽ, അതായത് m1 ആണ് നമ്മൾ m ആയിട്ട് എടുത്തത്. അപ്പോൾ m1 1 ആണെങ്കിൽ m2 എന്ത് കിട്ടും? m2 എന്ത് കിട്ടും? 1 × 2 1 × 2 എന്ന് പറയുമ്പോൾ 2m അല്ലേ m2. അപ്പോൾ 2 കിട്ടും. m1 1/2 ആണെങ്കിൽ m2ൻ്റെ വാല്യൂ 1/2 × 2 that is 1. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ m1ൻ്റെ രണ്ട് വാല്യൂസിന് m2 കൂടി കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഇക്വേഷൻ എടുക്കാം. 2m² + 3m + 1 = 0 എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് m is equal to -b ± √b² is 9 - 4ac is 8 divided by 2 × 2 4 കിട്ടും. that is equal to -3 ± 1/4 -3 - 1/4 is -1 or -3 + 1/4 എന്ന് പറയുമ്പോൾ -2/4 -1/2. അപ്പോൾ അവിടെ m എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് m1നെയാണ്. അപ്പോൾ m1 -1 ആകുമ്പോൾ m2 എന്തായിരിക്കും? അതിൻ്റെ ഡബിൾ. -1ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ -2. ഇനി m1 -1/2 ആണെങ്കിൽ m2 എന്തായിരിക്കും? -1/2ൻ്റെ ഡബിൾ -1/2 × 2 that is -1. അപ്പോൾ ഇത്രയും പോസിബിലിറ്റിയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഒന്നിതാണ്, അതായത് m1 1 ആകുമ്പോൾ m2 2, m1 1/2 ആകുമ്പോൾ m2 1. അപ്പോൾ ആ രീതിയിലൊക്കെ അതിൻ്റെ സ്ലോപ്പ് ഓഫ് ദി ലൈൻസ് ആവാം. പിന്നെയുള്ളത് m1 -1 ആകുമ്പോൾ m2 -2, m1 -1/2 ആകുമ്പോൾ m2 -1. അപ്പോൾ ഈ 4 m1ന് 4 വാല്യൂ, കറസ്പോണ്ടിങ് 4 വാല്യൂ ആർക്കൊക്കെ കിട്ടും? m2ന് കിട്ടും. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. If 3 points H0, A, B and 0K lie on a line. Lie on a line എന്ന് പറഞ്ഞാൽ കൊളീനിയർ ആണ്. ഷോ ദാറ്റ് A/H + B/K = 1. ഇവിടെയും നമ്മൾ ആ 3 പോയിൻറ്റിനെ നമുക്ക് ABC എന്ന് വിളിക്കാം. ലെറ്റ് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B ആൻഡ് ക്യാപിറ്റൽ C be the 3 points. അപ്പോൾ തന്നിട്ടുള്ള 3 പോയിൻറ്റ്സിനെ നമുക്ക് ABC എന്ന് വിളിക്കാം. പോയിൻറ്റ്സ്. ഇനി ഇവിടെ പോയിൻറ്റ്സ് ലൈ ഓൺ എ ലൈൻ എന്നാണ് പറയുന്നത്. അതായത് കൊളീനിയർ ആണ്. കൊളീനിയർ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? സ്ലോപ്പ് ഓഫ് എ ബി ഏതിനോട് ഈക്വൽ ആയിരിക്കും? സ്ലോപ്പ് ഓഫ് BC യോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉടനെ എഴുതാം സ്ലോപ്പ് ഓഫ് AB ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് BC. സിൻസ് എന്താണ് കാരണം? ദേ ലൈ ഓൺ എ ലൈൻ. ഇനി സ്ലോപ്പ് ഓഫ് AB നമുക്ക് എഴുതാം. ABയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, അതായത് A എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, B എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ABയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - y1 / x2 - x1. അപ്പോൾ വി ക്യാൻ റൈറ്റ് B - 0 / A - h. ഇനി സ്ലോപ്പ് ഓഫ് BC എന്താണ്? BC എന്ന് പറയുമ്പോൾ K - B / 0 - A. നമുക്കതിനെ ഒന്നുകൂടി, ഇവിടെ K ആണ്, K - B / 0 - A. ഇനി ആ ഇക്വേഷനെ ഒന്ന് ആ ക്വോഷ്യൻ ഫോം ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് അടുത്ത പേജിൽ നമുക്ക് കിട്ടുന്നത് B / A - h ഈക്വൽ ടു K - B / -A.
ഇത് ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് എ ബി ഈക്വൽ ടു കെ മൈനസ് ബി ഇൻറ്റു എ മൈനസ് എച്ച്. ദാറ്റ് ഈസ് നെഗറ്റീവ് എ ബി ഈക്വൽ ടു കെ എ മൈനസ് കെ എച്ച് മൈനസ് എ ബി പ്ലസ് ബി എച്ച് കിട്ടും. അപ്പോൾ നെഗറ്റീവ് എ ബി രണ്ട് ഭാഗത്തും ക്യാൻസലാകും. നമുക്ക് കിട്ടുന്നത് എ കെ എച്ച് കെ എനെ നമുക്ക് എ കെ എന്ന് എഴുതാം. എ കെ പ്ലസ് ബി എച്ച് മൈനസ് ഇവിടെ 0 കിട്ടും മൈനസ് കെ എച്ച് കിട്ടും. ഈ നെഗറ്റീവ് കെ എച്ചിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. കെ എച്ച് ഈക്വൽ ടു എ കെ പ്ലസ് ബി എച്ച് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിനെ ഒന്ന് നോക്കിയാൽ അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിക്കാൻ പറ്റും. ഈ പ്രൂവ് ചെയ്യുന്ന റിസൾട്ടിൻ്റെ പ്രത്യേകത നോക്കുക. ഒരു ഭാഗത്ത് 1 ആണ്. നമുക്കിപ്പോൾ രണ്ട് ടേമിൻ്റെ സമ്മും റൈറ്റിലൊരു ടേം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് പ്രൂഫിലേക്ക് നമ്മൾ എപ്പോഴും എത്തേണ്ടത്. പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് ഒന്ന് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കിട്ടിയിട്ടുള്ള ഈ റിസൾട്ടിനെ ഞാൻ ഒരു ഭാഗത്ത് നമുക്കറിയാം കെ എച്ച് ഉണ്ട് അല്ലേ, ഒരു ഭാഗത്ത് കെ എച്ച് ഉണ്ട്, ബാക്കി എ കെ പ്ലസ് ബി എച്ച് ആണ്. അപ്പോൾ ഇതിന് ഞാൻ ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് കെ എച്ച് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. കാരണം ഒരു ഭാഗത്ത് 1 വരുത്തിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡിങ് ബൈ കെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കെ എച്ച് ബൈ കെ എച്ച് ലെഫ്റ്റിൽ വരും ഈക്വൽ ടു എ കെ ബൈ കെ എച്ച് പ്ലസ് എ കെ ബൈ കെ എച്ച് പ്ലസ് എച്ച് ബി ബൈ ബി എച്ച് ബൈ ബി എച്ച് മീൻസ് എച്ച് ബി അല്ലെങ്കിൽ ബി എച്ച് ബൈ കെ എച്ച്. ഇവിടെ കെ എച്ച് കട്ടായിട്ട് 1 ആവും. 1 ഈക്വൽ ടു ഇവിടെയോ കെ കട്ടാവും എ ബൈ എച്ച് പ്ലസ് ഇവിടെ എച്ച് കട്ടാവും ബി ബൈ കെ. നമ്മുടെ റിസൾട്ടിലേക്ക് ഒന്ന് നോക്കുക. പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് ഒന്ന് നോക്കുക. ഇത് തന്നെയല്ലേ എന്നൊന്ന് ഉറപ്പിക്കാം നമുക്ക്. അതായത് ഇതാ എ ബൈ എച്ച് പ്ലസ് ബി ബൈ കെ ഈക്വൽ ടു 1. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എ ബൈ എച്ച് പ്ലസ് ബി ബൈ കെ ഈക്വൽ ടു 1. ഹെൻസ് ദി പ്രൂഫ്. ഇനി അടുത്തൊരു ചോദ്യം. വിത്തൗട്ട് യൂസിങ് പൈത്തഗോറസ് തിയറം ഷോ ദാറ്റ് 4, 4, 3, 5 and -1 are the vertices of a right angled triangle. അപ്പം ഈ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാതെ ഈ 3 പോയിൻറ്റ്സ് ഒരു മട്ടത്രികോണത്തിൻ്റെ വെർട്ടിസസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ മട്ടത്രികോണത്തിന് നമുക്കറിയാം ഒരു ആംഗിൾ എന്താണ് 90 ഡിഗ്രിയാണ്. സാധാരണ പൈത്തഗോറസ് തിയറത്തിലാണെങ്കിൽ നിങ്ങൾ ഏത് വെച്ചിട്ട് പ്രൂവ് ചെയ്യുക? സൈഡ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കും അല്ലേ. 3 സൈഡ് കണ്ടുപിടിക്കും. അതിൽ വലിയ സൈഡിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ബാക്കി 2 സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കേണ്ടത്? സ്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ 3 പോയിൻറ്റ്സിനെ എ ബി സി എന്ന് വിളിക്കാം. ദെർഫോർ ലെറ്റ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് സി ബി ദി 3 പോയിൻറ്റ്സ്. 3 പോയിൻറ്റിനെ എ ബി സി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എ ബി സി ആണ്. അതിൽ നമ്മൾ ഓരോ സൈഡിൻ്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സ്ലോപ്പ് ഓഫ് എ ബിയുടെ സ്ലോപ്പ് ഓഫ് എ ബി ഈസ് 5 - 4 by 3 - 4. That is equal to 1 by -1. That is equal to -1. ഇനി സ്ലോപ്പ് ഓഫ് ബി സിയുടെ സ്ലോപ്പ് -1 - 5 by -1 - 3. That is equal to -6 divided by -4. It is equal to 3/2. 3/2 എന്ന് കിട്ടി. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് 3 സൈഡാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവുക. 3 സൈഡിൽ ഏതെങ്കിലും 2 സൈഡിൻ്റെ സ്ലോപ്പുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണെന്ന കണ്ടീഷൻ എന്താണ്? m1 m2 ഈക്വൽ ടു -1. ഇപ്പോൾ 2 സൈഡിൻ്റെ സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ആ 2 സൈഡ് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ ട്രയാങ്കിൾ എന്താവും? റൈറ്റ് ട്രയാങ്കിൾ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന അതിനു വേണ്ടിയാണ്
സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിച്ചു, സ്ലോപ്പ് ഓഫ് ബി സി കണ്ടുപിടിച്ചു. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടൂലല്ലോ. അപ്പം ആ ആംഗിൾ, ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാ? ബി. ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൈഡ് കൂടി സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സ്ലോപ്പ് ഓഫ് എ സി. സ്ലോപ്പ് ഓഫ് എ സി ഈസ് ഈക്വൽ ടു -1 - 4 ഡിവൈഡഡ് ബൈ -1 - 4. ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ബൈ -5 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ സി നമുക്ക് 1 കിട്ടി. ഇനി സ്ലോപ്പ് ഓഫ് എ ബിയും, ഒന്നാമത്തെ സ്ലോപ്പ് -1 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് എ സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, സ്ലോപ്പ് ഓഫ് എ സി കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി -1 ആണ്, ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? വീണ്ടും -1 കിട്ടുന്നുണ്ട്. അതായത് m1 m2 ഈക്വൽ ടു -1. അപ്പോൾ ഏത് ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി വരിക ഇവിടെ? ഏതൊക്കെ സ്ലോപ്പാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്? എ ബിയുടെയും എ സിയുടെയും സ്ലോപ്പുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടുന്നുണ്ട്. അതായത് ഈ രണ്ട് സൈഡിനും കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സ് ഏതാണ്? എ ആണ്. അപ്പോൾ ആംഗിൾ എ 90 ഡിഗ്രി ആയിരിക്കും. ഉടനെ നമുക്ക് എഴുതാം therefore ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി. therefore ABC ഈസ് right triangle. Triangle ABC is right angled. Right angle at A. ABC is right angled at A എന്ന് കിട്ടും. വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ലൈൻസ്. അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ് ഇക്വേഷൻസിനെ പരിചയപ്പെടുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ആദ്യത്തെ ടൈപ്പ് ഇക്വേഷനാണ് നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആദ്യമായിട്ട് പരിചയപ്പെടാം. എക്സ് ആക്സിന് പാരലായിട്ട് വരക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്, എൽ എന്ന് പറയുന്ന ലൈന്. അത് എക്സ് ആക്സിന് പാരലായിട്ടാണ് വരച്ചിട്ടുള്ളത്. പക്ഷേ വൈ ആക്സിലുള്ള ഒരു പോയിന്റിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അതായത് വൈ ആക്സിലുള്ള കെ എന്ന് പറയുന്ന വാല്യൂയിലൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും, അതിൻ്റെ ഏതൊരു ജനറൽ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈനിന് മുകളിൽ എടുത്താലും അതിൻ്റെ വൈ വാല്യൂ എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനെ നമ്മൾ വൈ ഈക്വൽ ടു കെ എന്നാണ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ജനറൽ ഇക്വേഷനാണ് വൈ ഈക്വൽ ടു കെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ വൈ ഈക്വൽ ടു കെ എന്ന് പറയാം ജനറലായിട്ട്. ഇപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ഇത് പോകുന്നതെങ്കിൽ, ഇതിവിടെ ഒറിജിനിൽ നിന്നും 3 ആണ് ദൂരമെങ്കിൽ 3 എന്ന് പറയുന്ന പോയിന്റ്, 03 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈനിനെ നമുക്ക് വൈ ഈക്വൽ ടു 3 എന്ന് വിളിക്കാം. ഇനി -1ലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ വൈ ഈക്വൽ ടു -1 എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വൈ ഈക്വൽ ടു കെ. ഇതാണ് ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ, വൈ ഈക്വൽ ടു കെ. ഇനി അത് വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ, ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അത് വൈ ആക്സിന് പാരലായിട്ടാണ് ഉണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കുക. ഇതാണ് ഒരു വെർട്ടിക്കൽ ലൈൻ. വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈനാണ് വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക പോയിന്റ്, എക്സ് ആക്സിലുള്ള ഒരു പ്രത്യേക പോയിന്റിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈനിലുള്ള എല്ലാ പോയിന്റിലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഏതൊരു പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ പോയിന്റും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വൈ ആക്സിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരക്കുമ്പോൾ അത് എക്സിലുള്ള ഒരു പ്രത്യേക പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. വെർട്ടിക്കലായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ ലൈനിൻ്റെ മുകളിലുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എക്സ് ഈക്വൽ ടു കെ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് എക്സ് ഈക്വൽ ടു കെ എന്നാണ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ ജനറൽ ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു കെ. ഈ കെ മാറുന്നതിനനുസരിച്ചിട്ട് ഇക്വേഷൻ മാറും. ഇപ്പം എക്സ് ആക്സിൽ 1 എന്നുള്ള പോയിന്റിലൂടെയാണ്
ഈ ലൈന് പോകുന്നതെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 1. 3-ലൂടെയാണ് പോകണമെങ്കിൽ ഇക്വേഷൻ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 3. അങ്ങനെ ഇക്വേഷനെ നമുക്ക് എഴുതാം. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈന് y ഈക്വൽ ടു കെ എന്നും വെർട്ടിക്കൽ ലൈന് എക്സ് ഈക്വൽ ടു കെ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഇക്വേഷൻ എന്ന് പറയുന്നത് പോയിൻ്റ് സ്ലോപ്പ് ഫോമാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ ഒരു പോയിൻറ്റും ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പും തന്നിരുന്നാൽ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഒരു പോയിൻറ്റിനെ, ജനറൽ പോയിൻറ്റിനെ നമ്മൾ x1, ജനറൽ പോയിൻ്റ് അല്ല, ഫിക്സഡ് പോയിൻറ്റ്, തന്നിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ x1 y1 എന്ന് എടുക്കുന്നു. സ്ലോപ്പ് നമ്മൾ m എന്ന് എടുക്കുന്നു. അപ്പോൾ സ്ലോപ്പ് എമ്മും ഒരു പോയിൻ്റ് x1 y1 ആയാൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഈ തന്നിട്ടുള്ള ലൈനാണെന്ന് വിചാരിക്കുക, L. ഇതിൻ്റെ മേലെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പോയിൻ്റ്, നമുക്ക് ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു പോയിൻ്റാണ് ക്യാപിറ്റൽ A x1 y1. ഇപ്പോൾ A ഫിക്സഡ് പോയിൻ്റാണ്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ ഇനി വേറെയും ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളതിനെ ഒരു ജനറൽ പോയിൻ്റ്, ഒരു ആർബിട്രറി പോയിൻ്റ് എന്ന് പറയും. അതിനെ നമുക്ക് PXY എന്ന് വിളിക്കാം. ഈ PXY എന്ന് പറയുന്ന പോയിൻ്റ് ഇതിലുള്ള ഏതൊരു പോയിൻറ്റും ആവാം. അപ്പോൾ PXY ജനറൽ പോയിൻ്റായിട്ട് എടുക്കുന്നു. A x1 y1 ആണ് ഇതിൽ തന്നിട്ടുള്ള പോയിൻ്റ്. ഇനി ഇതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് m എന്നാണ്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m ആണ്. സ്ലോപ്പ് m ആയതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനുള്ള ഏതൊരു പോയിൻറ്റിൽ P ആയാലും സ്ലോപ്പ് എല്ലിൻ്റെ സ്ലോപ്പ് നമ്മൾ എഴുതുമ്പോൾ എയും പിയും ഉപയോഗിച്ച് എഴുതിയാൽ ഈ എമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ. സ്ലോപ്പിൻ്റെ ഫോർമുല എടുക്കുന്നു. അപ്പോൾ സ്ലോപ്പ് നമ്മൾ 2 പോയിൻ്റ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ എം ഏതിനോട് ഈക്വൽ ആയിരിക്കും? നമ്മുടെ സ്ലോപ്പ് എം ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഈ 2 പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന സ്ലോപ്പിനോട് ഈക്വൽ ആയിരിക്കും. അതായത് y മൈനസ് y1 സ്ലോപ്പ് ഓഫ് എ പിയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ y മൈനസ് y1 ബൈ, നമുക്കങ്ങനെ എഴുതാം, സ്ലോപ്പ് ഓഫ് എ പി എന്ന് എഴുതാം. എം ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ പി. എ പിൻ്റെ സ്ലോപ്പിനോട് ഈക്വൽ ആയിരിക്കും. കാരണം എ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1. അപ്പോൾ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് എഴുതുന്നു. y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. y മൈനസ് y1 ഈക്വൽ ടു, ഇനി ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് m ഈക്വൽ ടു y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 എന്നാണ്. ക്രോസായി മൾട്ടിപ്ലൈ ചെയ്താൽ m ഇൻറ്റു എക്സ് മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1. Therefore our equation is y minus y1 equal to m into x minus x1. ഇതാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഒരു പോയിൻറ്റും സ്ലോപ്പും തന്നിരുന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു ചോദ്യമാണ് അടുത്തത്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ -3 2. ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. വിത്ത് സ്ലോപ്പ് -5. സ്ലോപ്പും തന്നിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. ഒരു പോയിൻറ്റും സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് -5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ പോയിൻറ്റിനെ നമുക്ക് x1 y1 എന്ന് വിളിക്കാം. x1 y1 ആണ് -3 2. സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് -5 ആണ്. അപ്പോൾ m എത്രയാണ്? -5 ആണ്. നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ ഇതിനെ നമുക്ക് വൈക്കും എക്സിനും മാത്രം നമ്മളിവിടെ വില കൊടുക്കേണ്ട കാര്യമില്ല. അത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ളൊരു ആർബിട്രറി പോയിൻ്റാണ്. അപ്പോൾ അതിന് വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ y മൈനസ് y1 പകരം 2 എന്ന് കൊടുക്കാം. m -5 ആണ്. എക്സ് മൈനസ് x1 പകരം -3. അപ്പോൾ നെഗറ്റീവ് ഓഫ് -3 ഈസ് +3. ഇനി ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. y മൈനസ് 2 ഈക്വൽ ടു -5x മൈനസ് 15 ആണ്. അപ്പോൾ 5x എല്ലാ ടേമിനെയും ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 5x പ്ലസ് y -15 ലെഫ്റ്റിലെടുക്കുമ്പോൾ പ്ലസ് ആവും. പ്ലസ് -2 പ്ലസ് 15 ദാറ്റ് ഈസ് പ്ലസ് 13 വരും. ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്.
ഓർത്ത് വെക്കുക. y മൈനസ് y1 നമ്മുടെ ഫോർമുല ഇതാണ്. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെ ഒരു പോയിൻ്റ് x1 y1ഉം ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എമ്മും തന്നിരുന്നാൽ നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. ഇനി അടുത്ത ഒരു ടൈപ്പ് ഇക്വേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്, 2 പോയിൻ്റ് ഫോം. അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലെയുള്ള 2 പോയിൻ്റ് മാത്രം തരും, സ്ലോപ്പ് തരുന്നില്ല, പകരം 2 പോയിൻ്റ് തരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ 2 പോയിൻ്റ്, ഒന്ന് P1 എന്ന് പറയുന്ന ഒരു പോയിൻറ്റും രണ്ടാമത്തത് P1 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് P1 ദിസ് ഈസ് P2. 2 പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ലൈനിൻ്റെ മേലെയുള്ള ജനറൽ പോയിൻ്റ് നമ്മൾ PXY എന്ന് എടുക്കുന്നു. അത് XY സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ജനറൽ പോയിൻ്റ് എടുത്താലേ നമുക്കതിനുള്ള ഇക്വേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ P എന്ന് പറയുന്ന ഒരു ജനറൽ പോയിൻ്റ് നമ്മൾ എടുക്കുന്നു. തന്നിട്ടുള്ള 2 പോയിൻറ്റിനെ P1 എന്നും P2 എന്നും നമുക്ക് വിളിക്കാം. P1 എന്ന് പറയുന്ന പോയിൻ്റ് x1 y1 എടുക്കുന്നു. P2 എന്ന് പറയുന്ന പോയിൻ്റ് x2 y2. അപ്പോൾ 2 പോയിൻ്റാണ് നമുക്ക് തന്നിട്ടുള്ളൂ. വേറെ സ്ലോപ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ തരുന്നില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമെന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ 3 പോയിൻറ്റ്സ് P1ഉം Pയും P2ഉം ഒരേ ലൈനിൻ്റെ മേലെയാണ് ഉള്ളത്. 2 പോയിൻ്റ് നമുക്ക് തന്നിട്ടുള്ളതും ഒന്ന് നമ്മൾ ആർബിട്രറി പോയിൻ്റായിട്ട് എടുത്തിട്ടുള്ളതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊളീനിയറിറ്റിയുടെ കണ്ടീഷൻ എടുക്കുക. നമ്മൾ 3 പോയിൻ്റ് ഒരു ലൈനിൻ്റെ മേലെയാണെങ്കിൽ, കൊളീനിയർ ആണെങ്കിൽ, അതിൽ ഈ 2 എണ്ണം വെച്ചിട്ടുള്ള സ്ലോപ്പ് അല്ലേ, അതായത് P1 Pയുടെ സ്ലോപ്പും P1 P2വിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ എഴുതാം സ്ലോപ്പ് ഓഫ് P1P, സ്ലോപ്പ് ഓഫ് P1P ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് P2 അല്ലെങ്കിൽ P1 P2, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സ്ലോപ്പ് ഓഫ് P1 P2. ഇനി നമ്മൾ ആദ്യം സ്ലോപ്പ് ഓഫ് P1P കണ്ടുപിടിക്കുന്നു. P1Pയുടെ സ്ലോപ്പ് y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ആണ്. അതേപോലെ സ്ലോപ്പ് ഓഫ് P1 P2 y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇക്വേഷനും. ഇവിടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇക്വേഷനെ നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയും. കാരണം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കാരണം ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ നമുക്കറിയാം 2 പോയിൻ്റ് തന്നിരുന്നാൽ സ്ലോപ്പ് കാണാനുള്ള ഫോർമുലയാണിത്. ശരിക്കും ഇത് നേരത്തെ നമ്മൾ ഒന്നാമതായി പഠിച്ച ഇക്വേഷൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ സ്ലോപ്പ് നേരിട്ട് തന്നിരുന്നു. ഇവിടെ നമ്മൾ സ്ലോപ്പ് പോയിൻ്റ് വെച്ച് കണ്ടുപിടിക്കുന്നു, അതേ വ്യത്യാസമുള്ളത്. അപ്പോൾ y മൈനസ് y1 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ്, നേരത്തെ പഠിച്ചത് ഒരേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ എന്താ ഇവിടെ വ്യത്യാസമുള്ളൂ, അവിടെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ സ്ലോപ്പ് പോയിൻ്റ് വെച്ചിട്ട് എഴുതുന്നു, അതേ വ്യത്യാസമുള്ളൂ. ഇതാണ് നമ്മൾ 2 പോയിൻ്റ് തന്നിരുന്നാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല ഉപയോഗിക്കുന്ന അടുത്ത ഒരു ചോദ്യം നോക്കാം. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ്സ് 1, -1 ആൻഡ് 3, 5. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 പോയിൻറ്റ്സ് ആണ്. ഒന്നാമത്തെ പോയിൻറ്റിന് നമുക്ക് x1 y1 എന്ന് പറയാം. x1 y1 ഈസ് 1, -1 ആൻഡ് x2 y2. രണ്ടാമത്തെ പോയിൻ്റ് 3, 5 ആണ്. നമ്മുടെ ഇക്വേഷൻ 2 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പിൻ്റെ ഫോർമുലയാണത്. ദെൻ എക്സ് മൈനസ് x1. നേരത്തെ പഠിച്ച അതേ ടൈപ്പിൽ തന്നെ എഴുതാം.
അപ്പോൾ വൈക്കും എക്സിനും മാത്രം ഇവിടെ വില കൊടുക്കേണ്ട. y മൈനസ് -1 ഈക്വൽ ടു y2 മൈനസ് y1 മൈനസ് -1 ബൈ x2 മൈനസ് x1 3 മൈനസ് 1 ഇൻറ്റു x മൈനസ് x1 ദാറ്റ് ഈസ് 1. y മൈനസ് -1 ദാറ്റ് ഈസ് y പ്ലസ് 1 ഈക്വൽ ടു 5 മൈനസ് -1 5 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ഇൻറ്റു x മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു y പ്ലസ് 1 ഈക്വൽ ടു 6 ബൈ 2 ഇൻറ്റു x മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x മൈനസ് 1 ദാറ്റ് ഈസ് y പ്ലസ് 1 ഈക്വൽ ടു 3x മൈനസ് 3. ഇനി എല്ലാ ടേമും ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് y പ്ലസ് 1 റൈറ്റിലേക്ക് എടുത്താൽ 0 ഈക്വൽ ടു 3x മൈനസ് y മൈനസ് 1 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3x മൈനസ് y മൈനസ് 1 മൈനസ് 3 ഈസ് മൈനസ് 4. Therefore our equation is ഇങ്ങനെ എഴുതാം. Therefore the equation of the line is 3x minus y minus 4 equal to 0. Is the equation of the straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാം. ഈ സ്ട്രെയിറ്റ് ലൈനിനെ എക്സ് ആക്സിലും വൈ ആക്സിലും കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത് അല്ലേ. എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്നതിന് ആ ദൂരത്തെ നമ്മൾ പറയുന്നത് ഡി എ പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. വൈ ആക്സിലുള്ള ആ ദൂരം അതായത് സി എന്ന് പറയുന്ന ദൂരം ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് സി. ആ സിയെ നമ്മൾ പറയുന്നത് 0C എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നത്. സിയെ നമ്മൾ പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിലും വൈ ആക്സിലും കട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ആ വാല്യൂസിനെ ഇവിടെ 0Cയിൽ കട്ട് ചെയ്യുമ്പോൾ സീനെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയും, ഡി എ പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തന്നിരുന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതിലൊന്നാമത്തെ കേസ് എക്സ് കേസ് 1 എടുക്കാം. നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് തന്നിരുന്നാൽ നമ്മളങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. വൈ ഇൻ്റർസെപ്റ്റ് തന്നിരുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് ആദ്യം പഠിച്ച ആ ഫോമിലേക്ക് പോകാം. ഒരു പോയിന്റ് നമുക്കറിയാം, സ്ലോപ്പ് എം ആണെങ്കിൽ സ്ലോപ്പും ഇൻ്റർസെപ്റ്റും തരും. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു എം, ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ സി തരുക എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് സി ആണെങ്കിൽ ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യും? 0C എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷനെ പോയിന്റിനെ x1 y1 ആയിട്ട് എടുക്കാം, 0Cയെ എടുക്കാം. അപ്പോൾ ആദ്യം പഠിച്ച ഒന്നാമത്തെ ടൈപ്പ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഒന്നാമത്തെ ടൈപ്പ് ഇക്വേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആ സമയത്ത് y മൈനസ് y1 ഈക്വൽ ടു y മൈനസ് c ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 0. അപ്പോൾ നമുക്ക് y മൈനസ് സി ഈക്വൽ ടു എം എക്സ് എന്ന് കിട്ടും. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് ഇക്വേഷൻ എഴുതാം. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതായത് y ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നിരുന്നാൽ നമുക്ക് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇനി എക്സ് ഇൻ്റർസെപ്റ്റാണ് തരുന്നതെങ്കിൽ ഡിയുടെ വാല്യൂ നമുക്കറിയും. അപ്പോൾ ഏത് പോയിന്റിലൂടെ പോകും? അത് D0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പോകും. D0 എന്ന് പറയുന്ന പോയിന്റ് x1 y1, അതായത് സെക്കൻഡ് കേസാണ് നമ്മൾ പറയുന്നത്. കേസ് 2ൽ നമുക്ക് സ്ലോപ്പ് എമ്മും എക്സ് ഇൻ്റർസെപ്റ്റാണ് തരിക. എക്സ് ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? ഡി ആയിട്ട് തരുവാണെങ്കിൽ സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും തരുമ്പോൾ ഏത് പോയിന്റിലൂടെ ഈ ലൈൻ പാസ് ചെയ്യുന്നത്? ദി ലൈൻ പാസസ് ത്രൂ ദി പോയിന്റ് D0 എന്ന് പറയുന്ന പോയിന്റ് സ്ലോപ്പ് എം അറിയാം. അപ്പോൾ x1 y1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് D0 ആയിട്ട് എടുക്കാം. Therefore the equation is y minus y1 equal to m into x minus x1. അപ്പോൾ ഇക്വേഷൻ y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് തന്നിരുന്നാൽ എക്സ് ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നിരുന്നാൽ ലൈൻ്റെ ഇക്വേഷൻ ഇതുപോലെ എഴുതാം. വൈ ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നിരുന്നാൽ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നും എഴുതാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസാണ്, ഓർത്ത് വെക്കണം. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും സെപ്പറേറ്റ് ആയിട്ട് തരുമ്പോൾ
ഇക്വേഷൻ എഴുതുന്ന രീതിയാണ് പറയുന്നത്. അടുത്ത ടൈപ്പ് ഇക്വേഷൻ നോക്കാം, ഇൻ്റർസെപ്റ്റ് ഫോം. ഈ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമുക്ക് നേരത്തെയുള്ള ഇക്വേഷനിൽ നമുക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ടായിരുന്നു, എം തരുന്നുണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു ഇൻ്റർസെപ്റ്റും തന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ടൈപ്പ് ഇക്വേഷനിൽ നമുക്ക് സ്ലോപ്പ് തരുന്നില്ല, പകരം എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും തരുന്നു. അപ്പോഴെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ രണ്ട് ഇൻ്റർസെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സ് ആക്സിൽ ലൈൻ കട്ട് ചെയ്ത് പോകുന്നത് A0 കൂടെയാണ്, A0 എന്ന പോയിന്റിലൂടെയാണ്. അപ്പോൾ എ ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്. വൈ ആക്സിൽ കട്ട് ചെയ്യുന്നത് 0B-യിലാണ്, അപ്പോൾ ബി ആണ് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റ് തരും, എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു എ, വൈ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു ബി. ഇപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും തന്നിരുന്നാൽ നമുക്ക് രണ്ട് പോയിൻ്റ് ലൈനിൽ കിട്ടുന്നുണ്ട്. ഏതൊക്കെ രണ്ട് പോയിൻ്റ്? ഒന്ന് 0B എന്ന പോയിൻ്റാണ്, രണ്ടാമത്തെ പോയിൻ്റ് A0 ആണ്. അപ്പോൾ രണ്ട് പോയിൻ്റ് കിട്ടിയാൽ ഇക്വേഷൻ എഴുതാൻ നമുക്ക് ഫോർമുലയുണ്ട്. ഏതാണ് ഇക്വേഷൻ? y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സിനെ 0A എന്ന് പറയുന്ന പോയിൻ്റ്, 0B ആണ് ഒരു പോയിൻ്റ്, 0B. അടുത്ത പോയിൻ്റ് A0 ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y മൈനസ് b ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. y മൈനസ് y1, ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. Therefore y minus b equal to minus b by a into x. Y minus b equal to minus b by a x. Therefore a into y minus b equal to minus b x. ay മൈനസ് എ ബി ഈക്വൽ ടു മൈനസ് ബി എക്സ്. നമുക്ക് എ വൈ മൈനസ് ബി എക്സിന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബി എക്സ് കിട്ടും. നമുക്കത് ഒന്ന് നീറ്റായിട്ട് എഴുതാം. മൈനസ് ബി എക്സ് ലെഫ്റ്റിൽ എടുക്കുമ്പോൾ ബി എക്സ് പ്ലസ് എ വൈ, നെഗറ്റീവ് എ ബിനെ നമുക്ക് റൈറ്റിലേക്ക് എടുക്കാം, അപ്പോൾ എ ബി എന്ന് കിട്ടും. ഇനി ഈ ത്രൂ ഔട്ട് ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു എ ബി കൊണ്ട്. ഡിവൈഡിങ് this equation throughout by AB. AB കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി എക്സ് ബൈ എ ബി പ്ലസ് എ വൈ ബൈ എ ബി ഈക്വൽ ടു എ ബി ബൈ എ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എക്സ് ബൈ എ ബി ആണ്, ഒന്നുകൂടി എഴുതാം, പ്ലസ് എ വൈ ബൈ എ ബി, എ വൈ ബൈ എ ബി ഈക്വൽ ടു എ ബി ബൈ എ ബി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എ ബി ബൈ എ ബി 1 ആയി മാറും. ഇവിടെ എ ഗെറ്റ് ക്യാൻസൽ, ഇവിടെ ബി ഗെറ്റ് ക്യാൻസൽ. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ whose x-intercept is a and y-intercept is b. And this form is called what? Intercept form. നമുക്കിവിടെ സ്ലോപ്പോ പോയിൻറ്റ്സോ ഒന്നും കാണാനില്ല. ഇവിടെ എന്തേ ഉള്ളൂ? എയും ബിയും എക്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അത് മാത്രമേ ഇവിടെ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പറയുന്നത് ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ആൻഡ് എ ഈസ് ദി എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് ബി ഈസ് ദി വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇൻ്റർസെപ്റ്റ് ഫോം, ഓർത്ത് വെക്കുക. ഇനി ഒരു ഫോമും കൂടിയുണ്ട്, നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് നോർമൽ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് സ്ലോപ്പോ പോയിൻറ്റ്സോ ഒന്നും തരുന്നില്ല, പകരം
ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു ദി ലൈൻ തരുന്നു. അതായത് ഒറിജിനിൽ നിന്നും നമ്മൾ ലൈനിലേക്ക് വരക്കുന്ന ഒരു പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തായിട്ട് തരുന്നു? സ്മോൾ ലെറ്റർ പി ആയിട്ട് തരുന്നു. ഇനി അതുപോലെ ഈ പെർപെൻഡിക്കുലർ ഒ എന്ന് പറയുന്ന ഈ പെർപെൻഡിക്കുലർ എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ, അതാണ് ഒമേഗ എന്ന് പറയുന്ന ആംഗിൾ. ആ ഒമേഗയും പിയും തന്നിരുന്നാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് യു ആർ ഗിവൺ ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു ദി ലൈൻ ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി പെർപെൻഡിക്കുലർ with positive direction of x-axis, and these two values are given, p and omega are given. Then how can you find the equation of the straight line? ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ കുറേ മെത്തേഡ് നേരത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഒരു പോയിൻ്റ് കിട്ടിയാൽ മതി. ഈ ലൈനിലുള്ളൊരു പോയിൻ്റ് കിട്ടിയാൽ, നമുക്ക് സ്ലോപ്പും കൂടി കിട്ടിയാൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിൻറ്റിനുള്ള സാധ്യതയുണ്ട്. എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ അതിൻ്റെ സ്ലോപ്പും കിട്ടണം, ലൈനിൻ്റെ സ്ലോപ്പ്. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത്. ഈ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒ എമ്മിൻ്റെ ലെങ്ത് ആയിരിക്കും അല്ലേ. എയിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് താഴോട്ടേക്ക് വരച്ചിട്ടുണ്ട്. ഒ എമ്മിൻ്റെ ലെങ്ത്താണ് എയുടെ എക്സ് കോർഡിനേറ്റ്. അതുപോലെ എ എം എന്ന് പറയുന്ന ദൂരമായിരിക്കും എയുടെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക ഒന്ന്. അതായത് ഫ്രം ട്രയാങ്കിൾ എ എം ഒ, ട്രയാങ്കിൾ എ എം ഒയിൽ ഒമേഗ എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്കറിയാം. ഒമേഗ എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോസ് ഒമേഗ എന്ന് എഴുതാം. കോസ് ഒമേഗ, റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഒ എ ആണ് ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ എം ബൈ പി. അപ്പോൾ ഒ എം നമുക്ക് കിട്ടും, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പി കോസ് ഒമേഗ എന്ന് കിട്ടും. ഒ എം ഈസ് പി കോസ് ഒമേഗ. ഇനി നമുക്കതിൽ നിന്ന് സൈൻ ഒമേഗ കണ്ടുപിടിക്കാം. സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ഓപ്പോസിറ്റ് സൈഡ് ബൈ, അതായത് എ എം ബൈ ഹൈപ്പോട്ടന്യൂസ് ഒ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ എം ബൈ പി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ എം ഈക്വൽ ടു പി സൈൻ ഒമേഗ. നമുക്ക് ഒ എമ്മും എ എമ്മും കിട്ടിക്കഴിഞ്ഞു. ഒ എം ആണ് എക്സ് കോർഡിനേറ്റ്, എ എം ആണ് വൈ കോർഡിനേറ്റ്. ദെർഫോർ പി ഈസ് ദി പോയിൻറ്റ്, പി അല്ല എ എന്ന് പറയുന്നതാണ് നമ്മളെ പോയിൻറ്റ്. ദെർഫോർ എ ഈസ് ദി പോയിൻറ്റ്. Therefore A is the point ഏതാ? P cos omega, P sin omega. അപ്പോൾ എക്സ് കോർഡിനേറ്റും കിട്ടി, വൈ കോർഡിനേറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് എ എന്ന് പറയുന്ന പോയിൻറ്റ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലൊരു പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഒ എയുടെ സ്ലോപ്പ്, ഒ എന്ന് പറയുന്നത് ചിത്രത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഒ എന്ന് പറയുന്നത് ഇതാണ്, ഈ ലൈനാണ്, ഈ ലൈൻ സെഗ്മെൻ്റാണ് ഒ എ. അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് ആക്ച്വലി ആര്? ഒമേഗ. ഒ എക്സ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിളാണ് ഒമേഗ. അപ്പം സ്ലോപ്പ് എന്തായിരിക്കും? ഒ എയുടെ സ്ലോപ്പ് ടാൻ ഒമേഗ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒ എ പെർപെൻഡിക്കുലർ ടു നമ്മുടെ ലൈൻ ആയതുകൊണ്ട് ഒരു സ്ലോപ്പ് കിട്ടിയാൽ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഓഫ് ഒ എ ഈസ് ഈക്വൽ ടു ടാൻ ഒമേഗ. നമുക്കറിയാം ഒ എ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. ഒ എ പെർപെൻഡിക്കുലർ ടു ലൈനാണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ദി ലൈൻ എഴുതാൻ പറ്റും അല്ലേ. സ്ലോപ്പ് ഓഫ് ദി ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് എഴുതാം. അതായത് M1 M2 -1 എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചാൽ ലൈനിൻ്റെ സ്ലോപ്പ് ഇൻറ്റു ഒ എയുടെ സ്ലോപ്പാണ് -1. അപ്പോൾ ഒ എയുടെ സ്ലോപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ടാൻ ഒമേഗ. അപ്പം ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? -1/tan ഒമേഗ. -1/tan ഒമേഗ. ടാൻ ഒമേഗ എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ സൈൻ ഒമേഗ ബൈ കോസ് ഒമേഗയാണ്. അപ്പം -1/tan ഒമേഗ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കോസ് ഒമേഗ ബൈ സൈൻ ഒമേഗ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു. സ്ലോപ്പിനെ നമുക്ക് എം എന്ന് വിളിക്കാം. ലൈനിൻ്റെ സ്ലോപ്പിനെ എം എന്ന് വിളിക്കാം.
ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. therefore equation of the ലൈനിൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഫോർമുല ഇങ്ങനെയാണ്, m ഇൻറ്റു എക്സ് മൈനസ് x1. നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതാം. y മൈനസ് y1 പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് ദാറ്റ് ഈസ് p സൈൻ ഒമേഗ ഈക്വൽ ടു m ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ബൈ സൈൻ ഒമേഗയാണ് നമ്മുടെ സ്ലോപ്പ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. സൈൻ ഒമേഗ ഇൻറ്റു എക്സ് മൈനസ് പി കോസ് ഒമേഗ. ഇനി നമുക്ക് ക്രോസ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ ഒമേഗയെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. സൈൻ ഒമേഗ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് y സൈൻ ഒമേഗ മൈനസ് പി സൈൻ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ സൈൻ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മൈനസ് എക്സ് കോസ് ഒമേഗ മൈനസ് കോസ് ഒമേഗ ഇൻറ്റു മൈനസ് പി കോസ് ഒമേഗ പ്ലസ് പി കോസ് സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് y സൈൻ ഒമേഗ മൈനസ് എക്സ് കോസ് ഒമേഗയെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം, പ്ലസ് എക്സ് കോസ് ഒമേഗ ഈക്വൽ ടു മൈനസ് പി സൈൻ സ്ക്വയർ ഒമേഗനെ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ പി സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് പി കോസ് സ്ക്വയർ ഒമേഗ. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കോസ് ഒമേഗ അത് എഴുതാം, പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ. പി പുറത്തിട്ടാൽ ഉള്ളിൽ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ എന്ന് എഴുതാം. നമുക്കറിയാം ഏതൊരു ആംഗിളിനും കോസ് സ്ക്വയർ തീറ്റയ്ക്കും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ 1 ആയതുകൊണ്ട് പി ഇൻറ്റു 1, therefore it is equal to p. ഇതാണ് നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒമേഗയും പിയും മാത്രമേ തരുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള എല്ലാ ഫോർമുലയും നമുക്കൊരു ലിസ്റ്റിലാക്കാം.